അർമാനും സനയും വിജനമായ മൈതാനത്ത് വെച്ച് മീറ്റ് ചെയ്തു. വന്നിട്ട് ഇത്ര നേരമായിട്ടും അർമാൻ ഒന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ടതും സന അവനരികെ വന്ന് തൊട്ടുരുമി നിന്നു. അവളുടെ പ്രവൃത്തി അവൻ അരോചകമായി തോന്നി. എത്ര നാളായി അമൻ ഞാൻ ഇതുപോലെ നിന്നോട് ചേർന്ന് നിന്നിട്ട്. സന അർമാനെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കിലും നോക്കിലും അർമാനോടുള്ള പ്രണയം പ്രകടമാണ്. നിനക്ക് ഓർമ്മയുണ്ട് അമൻ, ഞാനിട്ടിരിക്കുന്ന ഈ ചുരിദാർ ഒരു കാലത്ത് നിന്റെ ഫേവറേറ്റ് ആയിരുന്നു. അന്നൊക്കെ നീ എന്ത് റൊമാൻറ്റിക് ആയിരുന്നെന്നോ. എനിക്കറിയാമൻ, നീ ആ പെണ്ണിനെ ഇഷ്ടത്തോടെയല്ല വിവാഹം കഴിച്ചത്. നിനക്ക് പറ്റിയൊരു അബദ്ധം, അതെനിക്ക് മനസ്സിലാവാമൻ. ആ അബദ്ധം ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അവളെപ്പോലെ ആരുമില്ലാത്ത പെണ്ണായിരുന്നില്ല നീ ആഗ്രഹിച്ചത്. സിനിമയിൽ കാണിച്ചത് മുഴുവനും സത്യമല്ലെന്നും എനിക്കറിയാം. നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അമൻ. സന അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞതും അർമാൻ അവളെ പിടിച്ചു തള്ളി. അവൻ്റെ പ്രവൃത്തിയിലാകെ തറഞ്ഞു നിൽക്കുവാണ് സന. സന, നീ എന്താ കരുതിയത്? നിന്റെ പഞ്ചാര വാക്കുകൾ കേട്ട് ഞാൻ മയങ്ങുമെന്നോ, അതോ ഞാൻ നീയുമായൊരു പ്രണയ സല്ലാപത്തിന് വന്നതാണെന്നോ? എന്നാ നിനക്ക് തെറ്റി സന. നീ എനിക്കെല്ലാമായിരുന്നൊരു സമയമുണ്ടായിരുന്നു. നിനക്കറിയോ, അന്ന് ആ പ്രശ്നങ്ങളൊക്കെ നടന്ന ദിവസം നിന്നെ ഓർത്ത് കുറ്റബോധം കൊണ്ട് ഞാൻ നീറുകയായിരുന്നു. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി, നിന്റെ ശബ്ദമൊന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നെന്നോ. നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നിന്നെ മാത്രം ഓർത്ത് എന്നെ തന്നെ ഇല്ലാതാക്കിയ നിമിഷങ്ങൾ, അതൊക്കെയും എനിക്ക്. അർമാൻ്റെ തൊണ്ടയിടറി തുടങ്ങി. അവൻ പകുതിക്ക് വെച്ച് വാക്കുകൾ നിർത്തി. അമൻ, നിന്റെ ഫീലിങ്സ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമുക്കെല്ലാം മറക്കാമൻ. എന്നിട്ട് ഞാൻ നിന്റെ പഴയ സനയായി മാറാം. സനയത് പറഞ്ഞതും അർമാൻ പുച്ഛം കലർന്നൊരു ചിരിയാണ് തിരികെ അവൾക്ക് നൽകിയത്. നിനക്കെൻ്റെ പഴയ സനയാവാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് നിൻ്റെ ആ പഴയ അർമാനാവാൻ ഒരിക്കലും പറ്റില്ല. കാരണം എന്നെ മാത്രം ഓർത്ത് കഴിയുന്ന ഒരു പെണ്ണ് വീട്ടിലിരിപ്പുണ്ട്. ഞാനിന്ന് അവളുടെ മാത്രം സ്വന്തമാണ്. ഇന്നിപ്പോൾ അവളുടെ മാത്രം അർമാനാണ് ഞാൻ. അവളുടെ മാത്രം. അവൾ എൻ്റെയും. അർമാൻ്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു മൂർച്ചയായിരുന്നു. അമ്മൻ, ഞാനപ്പോൾ നിനക്ക് ആരും അല്ലായിരുന്നല്ലേ? ഇതിനു വേണ്ടിയായിരുന്നു നീ എന്നെ മോഹിപ്പിച്ചത്? നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, അതൊക്കെ നീ. സന കണ്ണുനീർ വരുത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മിണ്ടരുത് നീ. അർമാൻ തൻ്റെ അരയിൽ കിടക്കുന്ന ഗണ്ണെടുത്ത് സനയുടെ തലക്ക് നേരെ ചൂണ്ടി. അമ്മൻ, അമ്മൻ എന്തായത്? ഗൺമാറ്റ്, എനിക്ക് പേടിയാവുന്ന അമ്മൻ. വലിഞ്ഞു മുറുകിയ മുഖവുമായി തനിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന അർമാനെ നോക്കിക്കൊണ്ട് വിളറിയ ശബ്ദത്തോടെ സന പറഞ്ഞു. നീ എനിക്ക് ആരായിരുന്നെന്ന് നീ സ്വയം ഒന്ന് ചോദിച്ചു നോക്ക് സന. പിന്നെ നീ എന്താ പറഞ്ഞത്? നമ്മൾ ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടുവന്നു. ഞാൻ നിന്നെ മോഹിപ്പിച്ചു വന്നോ? ഷാക്കിറയ്ക്കോടുള്ള കടപ്പാടായിരുന്നു നിന്നോട് ഞാൻ കാട്ടിയ സ്നേഹം. അത് നിനക്കും അറിയാം. പക്ഷേ ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചത്. പക്ഷെ നീ. അവൻ, ഞാൻ എന്ത് ചെയ്തു എന്നാ? നീ ഒന്നും ചെയ്തില്ലേ സന? നീ ഒന്ന് ഓർത്തു നോക്ക്. അമൻ, നീ ആദ്യം ആ ഗൺ മാറ്റ്, എന്നിട്ട് നമുക്ക് സമാധാനമായി സംസാരിക്കാം, പ്ലീസ്. സന, നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ? എനിക്ക് മരിക്കാൻ പേടിയാമൻ. അർമാൻ്റെ ചോദ്യം കേട്ടതും സന ഭയത്തോടെ പറഞ്ഞു. ആണല്ലേ? പിന്നെന്തിനാ നീ അന്ന് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത്? വല്ലാത്ത ഭാവത്തോടെ അർമാൻ ചോദിച്ചു. അത് പിന്നെ അമ്മൻ, നീ എനിക്ക് നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ. സന തപ്പിത്തടഞ്ഞു. സന, ഇപ്പോഴും ഞാൻ നിനക്ക് സ്വന്തമല്ല. എന്നാ പിന്നെ നീ മരിക്കുന്നതല്ലേ നല്ലത്. അർമാൻ തോക്കിൻ്റെ ട്രിഗറിൽ വിരലമർത്തിക്കൊണ്ട് ഒരു തരം ചിരിയോടെ പറഞ്ഞു. അമ്മൻ, വേണ്ട, അതിപ്പോൾ പൊട്ടും. നീ കൺമാറ്റ്. യെസ്, പൊട്ടും. കൂടെ നിന്റെ തലയും ചിന്നിച്ചിതറും. എനിക്ക് വേണ്ടിയല്ലേ സന നീ അങ്ങ് മരിച്ചേക്ക്. ഒരിക്കൽ എനിക്ക് വേണ്ടി മരിക്കാൻ പോയതല്ല നീ. എന്നാ പിന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് കളയാം. എന്നിട്ട് നീ അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്ക്. ഇല്ലമ്മൻ, എനിക്ക് മരിക്കണ്ട. എനിക്ക് പേടിയാ. പിന്നെന്തിനാ നീ അന്ന് വെയിൻ കട്ട് ചെയ്ത് മരിക്കാൻ നോക്കിയത്? അപ്പം നിനക്ക് ഈ പേടിയൊന്നും ഉണ്ടായിരുന്നില്ലേ? അതോ അത് വെറും ഡ്രാമയായിരുന്നോ?
അർമാൻ്റെ ചോദ്യം കേട്ട് സനയുടെ മുഖം വിളറി വെളുത്തു. പറയടി പുല്ലേ, എന്തിനായിരുന്നു നീ അങ്ങനെ ഒരു ഡ്രാമ കളിച്ചത്? എന്തിനായിരുന്നു നീ എന്നെ ചതിക്കാൻ കൂട്ടുനിന്നത്? ഇത്തവണ അർമാൻ്റെ സ്വരം കടുത്തിരുന്നു. അവൻ്റെ മുഖം കാണും തോറും അവളിൽ ഭയം നിറഞ്ഞു. അമൻ അമൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. കള്ളം പറയുന്നോടി. നീ ഇനി ജീവിക്കണ്ട. നീ ഇനി ജീവിച്ചാ എൻ്റെ ജീവിതത്തിൽ നീ ഒരു കരടായി മാറും. ഓരോ അടവും കൊണ്ട് നീ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അത് പാടില്ല. പിന്നെ നീ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ അല്ലു ആരുമില്ലാത്തവളാണ്, അവളെപ്പോലൊരു പെണ്ണിനെ ആയിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചതെന്ന്. ആര് പറഞ്ഞല്ലെന്ന്? ഞാൻ ആഗ്രഹിച്ച എൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ തന്നെയാണ് പടച്ചോൻ എനിക്ക് തന്നത്. അവളുടെ മുന്നിലെ നീ ഒന്നുമല്ലടി. നീ പറയപ്പെടുന്നത് ഡയറക്ടർ ഷാക്കിർ അലിയുടെ മരുമകൾ എന്നൊരു ഐഡൻറ്റിറ്റിയിലാണ്. എന്നാൽ അവൾ ഷാക്കിറയ്ക്കയുടെ സ്വന്തം മകളാ. മകളുള്ളപ്പോൾ മരുമകളെ കെട്ടി കടപ്പാട് തീർക്കണോ? അർമാൻ ഒരു തരം ചിരിയോടെ പറഞ്ഞു. പക്ഷേ ഞാൻ അവളെ കെട്ടിയതേ കടപ്പാടിൻ്റെ പേരിലല്ലായിരുന്നു. അവളോട് എനിക്ക് ഒരുതരം ഭ്രാന്തമായ പ്രണയമായിരുന്നു. മുൻപൊക്കെ ആണെങ്കിൽ അർമാന് പ്രണയം സിനിമയോട് മാത്രമായിരുന്നു. എന്നാൽ അവളെ കണ്ട നാൾ തൊട്ട് അർമാൻ്റെ പ്രണയം അവൾ മാത്രമായിരുന്നു. നീ എനിക്ക് സമ്മാനിച്ച നോവിലുള്ള മെഡിസിനായിരുന്നു അവൾ. എന്താ പറയുക, എനിക്ക് അവളെന്ന് വെച്ചാൽ ഒരു തരം ലഹരി പോലെയായിരുന്നു. നമുക്ക് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നുന്ന ഒരു തരം ലഹരിയില്ലേ, അതുപോലൊരു ലഹരി. ആ ലഹരിയിലെ ഞാനങ്ങ് മതി മറന്നുപോയി. അതുകൊണ്ട് നീയുമായുള്ള ബ്രേക്കപ്പ് എന്നെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. അവളുമായുള്ള ഓരോ നിമിഷങ്ങളിലും ഞാൻ എത്രമാത്രം ഹാപ്പി ആയിരുന്നെന്നോ. അവളെന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാൾക്കും എന്നെ സ്നേഹിക്കാനാവില്ല. മാലാഖ പോലത്തെ ഒരു കുഞ്ഞിനെയാണ് അവൾ എനിക്ക് തന്നത്. നീ എന്താന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊന്നും വേണ്ട, നയൻതാരയെ പോലെ നമുക്കും ചെയ്യാമെന്ന്. എടി, എൻ്റെ അല്ലുവിന് മുന്നിൽ നീ വെറും സീറോയാടി. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. ഒരു ട്രാജഡിയിലൂടെയാണെങ്കിലും അവളെ നീ എൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചു. അർമാൻ പറഞ്ഞ വാക്കുകൾ ഓരോന്നും സനയുടെ ഉള്ളിൽ അഗ്നിയായി എരിഞ്ഞു. അമൻ, അവൾ എങ്ങനെ എൻ്റെ മാമയുടെ? അതൊന്നും നീ അറിയണ്ട. മരിക്കുന്നതിന് മുൻപ് ഇതൊന്ന് നിന്നെ അറിയിക്കണമെന്ന് തോന്നി, അത്രമാത്രം. അർമാൻ്റെ കൈ ട്രിഗറിൽ അമരാനൊരുങ്ങവേ സന പേടിയോടെ തോക്കിൽ പിടിച്ചു. അമൻ, വേണ്ട വേണ്ട അമ്മൻ, എന്നെ ഒന്നും ചെയ്യരുത്. ശരി, എങ്കിൽ പറ, എന്തിനായിരുന്നു എല്ലാം? അവൻ ഞാൻ പറയാൻ അർമാൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. അമൻ, നീ ആ ഗൺ മാറ്റി. എങ്കിൽ പറ. അർമാൻ ഗൺ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. സന തൻ്റെ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾ അമർത്തി തുടച്ചു. അമൻ, ഞാൻ നിന്നെ സ്നേഹിച്ചത് പോലും സിനിമയിലെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. സനയത് പറഞ്ഞതും അർമാൻ്റെ മുഖത്ത് പുച്ഛം വിരിഞ്ഞു. സൂപ്പർ സ്റ്റാറായ അർമാൻ മാലിക്കിൻ്റെ ഭാര്യ ആയാൽ അല്ലെങ്കിൽ കാമുകിയായാൽ എനിക്കും എളുപ്പത്തിൽ സിനിമയിൽ അവസരം ലഭിക്കുമെന്ന് കരുതി. എൻ്റെ പപ്പയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഞാനത് ചെയ്തത്. മാമയോടുള്ള കടപ്പാടിൻ്റെ പേരിൽ നീ എൻ്റെ പ്രണയം ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് കാര്യങ്ങൾ ആദ്യം മാമയുടെ മുന്നിൽ അവതരിപ്പിച്ചതും. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി. സൂപ്പർ സ്റ്റാർ അർമാൻ മാലിക്കിന് ഭാര്യ അഭിനയിക്കുന്നതിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. നീ എന്നോടത് തുറന്നു പറഞ്ഞതുമാണ്. പക്ഷേ സിനിമ എൻ്റെ സ്വപ്നമായിരുന്നു. നീയുമായുള്ള റിലേഷനിലിരിക്കെ എനിക്ക് മറ്റു വഴികൾ തിരഞ്ഞെടുക്കുക പ്രയാസമായിരുന്നു. പിന്നീട് നീ സ്വന്തമായി പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചു. പപ്പയുടെ കൂടെ പടം ചെയ്യാതെയായി. പപ്പയുടെ പ്രൊഡക്ഷനിലിറങ്ങിയ പടമൊക്കെയും ഫ്ലോപ്പും. പപ്പയ്ക്ക് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. നിൻ്റെ വുഡ് ബി എന്ന രീതിയിൽ എന്നെ എവിടെയും പരിചയപ്പെടുത്തിയതുമില്ല. പലർക്കും അറിയില്ല ഞാൻ നിൻ്റെ ആരായിരുന്നുവെന്ന്. പ്രൊഡ്യൂസർ ഷമീർ അഹമ്മദിൻ്റെ മകൾ അല്ലെങ്കിൽ ഡയറക്ടർ ഷാക്കിർ അലിയുടെ സഹോദരിയുടെ മകൾ എന്ന നിലയിൽ മാത്രം ഞാൻ അറിയപ്പെട്ടു. എനിക്കത് പോരായിരുന്നു. നിനക്ക് വേണ്ടിയിരുന്നത് നിൻ്റെ വിജയം മാത്രമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നീ വല്ല സൂപ്പർ സ്റ്റാറായിട്ടേ എനിക്കോ എൻ്റെ പപ്പയ്ക്കോ ഒരു ഗുണവുമില്ലായിരുന്നു. അഭിനയിച്ച സിനിമകളൊക്കെ ഹിറ്റായി നീ കത്തി നിൽക്കുന്ന സമയം, നിൻ്റെ ഡേറ്റിന് വേണ്ടി സംവിധായകർ ക്യൂ നിൽക്കുന്ന സമയം, അന്ന് എന്നെയും പപ്പയും കാണാൻ ഒരാളെത്തി. ഡയറക്ടർ മാത്യു ഫിലിപ്പ്, നിൻ്റെ സുഹൃത്ത് ജീവൻ്റെ പപ്പ. അയാളുടെ കൂടെ അന്ന്
ജീവനും ആക്ടർ ഷാനിബും ഉണ്ടായിരുന്നു. ഷാനിബിനെ നിനക്കറിയാമായിരിക്കും. നിൻ്റെ കൂടെ 2-3 സിനിമയിൽ സപ്പോർട്ടിംഗ് റോൾ ചെയ്തിട്ടുണ്ട്. ആളിപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ഹീറോയാ. അവരുടെ ആവശ്യമായിരുന്നു നിന്നെ ഇല്ലാതാക്കണമെന്നത്. അവർ പറഞ്ഞു നിന്നെ സിനിമയിൽ നിന്ന് തുടച്ചു മാറ്റിയ എന്നെ അവരുടെ പുതിയ സിനിമയിലെ നായികയാക്കാമെന്ന്. നായകൻ ഷാനിബും, പ്രൊഡ്യൂസർ എൻ്റെ പപ്പയും ജീവനും, ഡയറക്ടർ മാത്യു സാറും. നീ തയ്യാറാക്കിയ പുതിയ സ്ക്രിപ്റ്റ് ജീവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് സിനിമയാക്കിയാൽ അത് ഉറപ്പായും വിജയിക്കുമെന്ന് അവനറിയാമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് പദ്ധതി ഒരുക്കി. അത് പ്രകാരമാണ് അന്ന് ഹോട്ടൽ ഹിൽട്ടണിൽ വെച്ച് നിൻ്റെ കൂടെ അവളെ കിടത്തിയത്. അന്ന് അവിടെ നടന്നതൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്ലാൻ പ്രകാരമായിരുന്നു. ഞാൻ നിന്നോട് ഫോണിൽ സംസാരിക്കുന്ന നേരത്ത് ജീവൻ നിൻ്റെ ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലർത്തി നിൻ്റെ മുറിയിൽ കൂടെ കിടത്താൻ ഒരു പെണ്ണിനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് അല്ലു ഞങ്ങളുടെ മുന്നിൽ വന്ന് പെടുന്നത്. പിന്നീടെല്ലാം ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടന്നു. സനയത് പറഞ്ഞു തീർന്നതും അർമാൻ്റെ കൈകൾ അവളുടെ കഴുത്തിൽ മുറുകി. യു ബാസ്റ്റേഡ്. എന്നിട്ട് നീയും നിൻ്റെ മറ്റവനും ഒടുക്കത്തെ അഭിനയം. സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടി നീ അവന് കിടക്ക വിരിച്ചതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിപ്പോൾ നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. നീ അവനും ചേർന്ന് നീ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി എൻ്റെ മനസ്സാകെ തകർത്തു. ഞാൻ തെറ്റു ചെയ്തു എന്ന കുറ്റബോധം കാരണം ഞാൻ സ്വയം മറന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പബ്ലിക്കിന് മുന്നിൽ അപമാനിതനായി. ആകെ തകർന്നു നിൽക്കുന്ന വേളയിൽ ജീവൻ എൻ്റെ മുന്നിൽ സ്നേഹം നടിച്ച് തകർത്താടി അഭിനയിച്ചു. അവൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി മൂക്കറ്റം കുടിപ്പിച്ച് കിടത്തി. പക്ഷെ അപ്പോഴേക്കും ആശ അവിടെ എത്തിയതുകൊണ്ട് അവൻ്റെ പിന്നീടുള്ള പ്ലാനൊന്നും നടന്നില്ല. അല്ലെങ്കിൽ അന്ന് രാത്രി വേറെ വല്ലവരുടെയും എൻ്റെ കൂടെ കിടത്തിയെന്നെ. പക്ഷേ അന്ന് ആ രാത്രിയിൽ അവനൊരു അബദ്ധം ചെയ്തു. നിൻ്റെ സൂയിസൈഡ് ഡ്രാമ അവൻ അറിയാതെ തന്നെ അവൻ്റെ വായിൽ നിന്ന് വീണു. അന്നേ എനിക്ക് നിന്നെ സംശയം തോന്നിയതാ. കള്ളു കുടിച്ച് അവൻ്റെ ബോധം പോയിരുന്നെങ്കിലും എൻ്റെ ബോധം പോയില്ലായിരുന്നു. അന്ന് രാത്രിയിൽ അവൻ എനിക്ക് ഒഴിച്ചു തന്ന ആൽക്കഹോളിൻ്റെ എഫക്റ്റിൽ ഞാൻ എൻ്റെ പെണ്ണിനോട് എത്ര മോശമായിട്ടാണ് പെരുമാറിയെന്നറിയോ. നിങ്ങൾ കാരണം അവളെ എനിക്ക് ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരാൻ പോണില്ല. വലിഞ്ഞു മുറുകിയ മുഖവുമായി അർമാൻ സനക്ക് നേരെ തോക്ക് ചൂണ്ടി. മരണം മുന്നിൽ കണ്ട നിമിഷം സന ഭയത്താൽ കണ്ണിറുക്കി അടച്ചു. അർമാൻ്റെ വിരലുകൾ ട്രിഗറിൽ അമറാനൊരുങ്ങുകയാണ് അല്ലുവിൻ്റെ കോൾ വരുന്നത്. അർമാൻ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോട് അടുപ്പിച്ചു. സ്പീക്കർ മോഡിലിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്താടാ വാവേ? സനയിലേക്ക് പുച്ഛത്തോടെ നോട്ടമെറിഞ്ഞുകൊണ്ട് അർമാൻ അല്ലുവിനോട് പ്രണയത്തോടെ ചോദിച്ചു. ഇത് ഞാനാ, അല്ലാതെ ധ്രുവമോളല്ല. അറിയാലോ, നീയല്ലേ എൻ്റെ ആദ്യത്തെ വാവ. അർമാൻ്റെ വാക്കുകൾ അല്ലുവിൽ കുളിരണിയിപ്പിച്ചു. സനയിൽ പകയും. അല്ലു ഒന്നും മിണ്ടിയില്ല. എന്താ നീ ഒന്നും മിണ്ടാത്തത്? അങ്ങനെയല്ലേ? അർമാൻ്റെ സ്വരം പ്രണയാർദ്രമായിരുന്നു. അവൾ നാണത്തോടെ അതേന്ന പോലെ മൂളി. അതെ, ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ. അത് ഇയാൾ മറന്നോ? ആര് പറഞ്ഞു മറന്നോന്ന്? അതിൻ്റെ പാർട്ടിയല്ലേ ഇന്ന് രാത്രി നടക്കുന്നത്. അതെനിക്കറിയാലോ. അതല്ല, ഇയാളിത് എവിടെ പോയി കിടക്കുക? പെട്ടെന്ന് വരാൻ നോക്ക്, ഞാനിപ്പോൾ എത്തും. അതെ, ഇവിടെ ഒരു ബോക്സ് കിടപ്പുണ്ടല്ലോ, അതാർക്കാ? നിനക്ക്? എനിക്കാണോ? ആ, എന്തേ വേണ്ടേ? വേണം. അത് തുറന്നു നോക്കിയോ? നോക്കി. ആ സാരി എനിക്കാ? ഇഷ്ടമായി നിനക്ക്? ഒരുപാട്. എന്നാ ഞാൻ പെട്ടെന്ന് വരാം. സാരിയെ ഞാൻ വന്നിട്ട് എടുത്താൽ മതി. വേണേ ഞാനും സഹായിക്കാം. അർമാൻ്റെ പറച്ചിൽ അല്ലുവിൽ നാണം നിറച്ചു. അവൻ്റെ ശ്രദ്ധ ഫോണിലാണെന്ന് കണ്ടതും സന അർമാൻ്റെ കൈ കിടക്കുന്ന ഗൺ പിടിച്ചു വാങ്ങി അവന് നേരെ ചൂണ്ടി. ആ നിമിഷം അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ തെറിച്ചു വീണു. ഡി. അർമാൻ അവൾക്ക് നേരെ നീങ്ങിയതും സന തോക്ക് ചൂണ്ടി അവനെ ഭീഷണിപ്പെടുത്തി തൻ്റെ വണ്ടി കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവൾ അവിടെ നിന്ന് പോയതും അർമാൻ്റെ മുഖം നിഗൂഢമായി തിളങ്ങി. അവൻ തൻ്റെ ഫോൺ കയ്യിലെടുത്തു. അപ്പോഴേക്കും അല്ലുവിൻ്റെ കോൾ കട്ടായിരുന്നു. അവൻ തൻ്റെ മറ്റേ ഫോണിൽ നിന്ന് ഒരു നമ്പർ ഡയൽ ചെയ്തു ചെവിയോട് അടുപ്പിച്ചു. ഹലോ, പോലീസ് സ്റ്റേഷൻ. KL-43 ഡേഷ് ഡ്രഗ്സുമായി ആ വാഹനം ഹൈവേയിലൂടെ കടന്നു വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അർമാൻ കോൾ കട്ട് ചെയ്ത് ആ സിമ്മെടുത്ത് ഒടിച്ചു കളഞ്ഞു. അവിടെ ഉപേക്ഷിച്ചു തൻ്റെ വണ്ടി കയറി. ശേഷം അവൻ വീണ്ടും അല്ലുവിന് കോൾ ചെയ്തു. ഹലോ, എന്ത് പറ്റിയതാ?
പെട്ടെന്ന് കോള് കട്ടായല്ലോ, അല്ലു ചോദിച്ചു. അത് പിന്നെ വണ്ടിക്ക് കുറുകെ ഒരു പട്ടി ചാടിയതാ. റബ്ബേ, എന്നിട്ടെന്താ, പട്ടി ജീവനും കൊണ്ട് കണ്ടം വഴി ഓടി. ഇനി എന്താവും എന്തോ, അർമാൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അതൊക്കെ വിട്. പിന്നെ ഇന്നത്തെ പാർട്ടിക്ക് നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൂടി ഉണ്ടാവും. വേണ്ടപ്പെട്ട ഒരാളോ? ആരാ അത്? അല്ലു ചോദിച്ചു. ഗസ് ചെയ്യ്. നിങ്ങളുടെ ഉമ്മയാ? ആ, ഉമ്മയുണ്ടാവും, ചിലപ്പോൾ വാപ്പയും. ഇത് വേറെ ആളാ. അതാരാ? ഷാക്കിർ അലി, നിന്റെ വാപ്പി. അർമാൻ പറഞ്ഞത് കേട്ടത് അല്ലുവിൻ്റെ മുഖം വിടർന്നു. ശരിക്കും? ആള് നിന്നെ നേരിട്ട് അഭിനന്ദിക്കാനാ വരുന്നത്. നിന്റെ അഭിനയം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആള് പറയുവാ നിനക്ക് നല്ല ഭാവിയുണ്ടത്രേ. ഉള്ളതാണോ ഇത്? എന്നെ കളിയാക്കുന്നതാ, എനിക്കറിയാം. ആന്നേ, സത്യം, എന്നോട് പറഞ്ഞതാ. അല്ലേലും പുലിക്ക് പിറന്നത് പൂച്ചക്കുട്ടി ആവില്ലല്ലോ. അർമാൻ പറഞ്ഞത് മല്ലുവിൻ്റെ ചുണ്ടിൽ ഒരു തരം പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ ഇന്നത്തെ പാർട്ടി നടക്കുന്നത് എവിടെയാണെന്നറിയോ? അർമാൻ ചോദിച്ചു. ഇല്ല, എവിടെയാ? സുൽത്താൻ വീടിൻ്റെയും അറക്കൽ വീടിൻ്റെ ഇടയിൽ വരുന്നൊരു വീടുണ്ട്, അവിടെ. അത് ഞാനങ്ങ് വാങ്ങി. അതാണ് നിനക്ക് ഞാൻ തരുന്ന ആനിവേഴ്സറി സർപ്രൈസ്. ഇതൊക്കെ ഞാൻ സസ്പെൻസാക്കി വെച്ചതായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ മനസ്സിലോട്ടും നിൽക്കത്തില്ല. അർമാൻ പറഞ്ഞത് കേട്ട് അല്ലുവിന് സന്തോഷിക്കാൻ തോന്നിയില്ല. ഇനിയിപ്പോൾ എന്തൊക്കെയാ സംഭവിക്കുക എന്ന പോലെ അവളിൽ ആദ്യം നിറഞ്ഞു. അല്ലൂസ്, എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. നീ എനിക്ക് എന്ത് ഗിഫ്റ്റാ തരുന്നത്? അർമാൻ ചോദിച്ചു. ഞാനിപ്പോൾ എന്താ തരിക? എൻ്റെ കയ്യിൽ അതിനുള്ള കാശൊന്നും ഇല്ലല്ലോ. ഞാനൊന്നും വാങ്ങിയില്ല. ക്യാഷ് കൊടുക്കാതെയും ചില ഗിഫ്റ്റൊക്കെയും കിട്ടും. എനിക്ക് നിന്നെ തന്നെ അങ്ങ് തന്നാൽ മതി എന്നുള്ള അർമാൻ്റെ പറച്ചിൽ കേട്ട് അല്ലുവിൻ്റെ മുഖത്ത് നാണം വിരിഞ്ഞു. ശരി, എന്നാൽ ഞാൻ വെക്കട്ടെ, അല്ലു പറഞ്ഞു. ശരി, ഞാൻ വരാനിത്തിരി വൈകും. എനിക്ക് ആശയൊന്ന് കാണണം. അവൻ്റെ കൂടെ ഷൈമയുടെ വീട്ടിൽ ചെല്ലണം. ആ പെണ്ണിനോട് അവന് മുടിഞ്ഞ പ്രേമം. അവളുടെ വീട്ടിൽ 2 മാരണങ്ങളുണ്ട്. അവളെ ഇനി അഭിനയിക്കാൻ വിടില്ല എന്നവർ പറയുന്നത്. രണ്ടിനും ചെറിയൊരു പണി കൊടുത്തിട്ടേ പെട്ടെന്ന് വരാം. പിന്നെ സാരി ഞാൻ വന്നിട്ട് കൊടുത്താൽ മതി. എനിക്ക് ലൈവായിട്ടേ സംഭവം കാണണം. പോവണമെന്ന് ഞാൻ വെക്കുക. അല്ലു നാണത്തോടെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു. അല്ലു കോൾ അവസാനിപ്പിച്ചുകൊണ്ട് നേരെ ചെന്നത് അടുക്കളയിലോട്ടാണ്. അവൻ ലഞ്ച് കഴിക്കാൻ വരുമ്പോഴേക്കും അവനെ ഞെട്ടിപ്പിക്കാൻ കുറച്ച് വെറൈറ്റി ഡിഷ് റെഡിയാക്കണം. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ, അതായിരിക്കും താൻ അവന് നൽകാൻ പോകുന്ന ഗിഫ്റ്റ്. അത് മാത്രമേ തന്നെ കൊണ്ട് പറ്റുള്ളൂ. കൂടെ ഇന്നത്തെ രാത്രി പുലരുവോളം അവനെ സ്നേഹിക്കണം. ഓരോന്ന് ഓർത്തുകൊണ്ട് അവൾ അടുക്കളയിലോട്ട് നടന്നു. അർമാനും ആഷിയും ഷൈമയുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ആഷി സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ ഒരു ന്യൂസ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രശസ്ത സിനിമാ താരം സന ഷമീർ പോലീസ് പിടിയിൽ. കിലോ കണക്കിന് മയക്കുമരുന്നുകൾ കടത്താൻ ശ്രമിച്ചതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടെ ലൈസൻസ് ഇല്ലാത്ത ഒരു ഗണ്ണ് കൂടി വാഹനത്തിൽ നിന്നും കണ്ടെത്തി. ആഷി ഇതും വായിച്ചു അർമാനെ നോക്കിയതും അവനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ലായിരുന്നു. അതിനിടയിൽ അവൻ തൻ്റെ ഫോൺ എടുത്ത് ജീവനെ വിളിച്ചു. രാത്രിയിലെ പാർട്ടിയിലേക്ക് ഉറപ്പായും വരണമെന്ന് അറിയിച്ചു. ജീവൻ വരാമെന്ന് ഉറപ്പ് നൽകിയതും അർമാൻ കോൾ അവസാനിപ്പിച്ചു ആഷിയെ നോക്കി വല്ലാത്ത ഭാവത്തിലൊന്ന് പുഞ്ചിരിച്ചു. എടാ, അപ്പോൾ നീയാണോ അവളെ? ആഷി നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ, ഇഡിയറ്റ്, കൊല്ലാൻ തന്നെയാ പോയത്. ഞാൻ ജയിലിൽ പോയാൽ എൻ്റെ അല്ലുവും മോളും തനിച്ചാവില്ലേ? അർമാൻ അത്രയും പറഞ്ഞു നിർത്തി. അവളുടെ ഒരു കൊഞ്ചലും കുഴയലും. അമ്മൻ, നിനക്കറിയോ, ഒരു നാള് നിന്റെ ഫേവറേറ്റ് ആയിരുന്നു ഈ ചുരിദാർ. അവളുടെ അമ്മൂമ്മയുടെ. അർമാൻ നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തി. അർമാൻ്റെ പറച്ചിൽ കേട്ട് ആഷിക്ക് ചിരി വന്നു. ശരിക്കും നിന്റെ ഫേവറേറ്റ് ആയിരുന്നോ ആ ചുരിദാർ? ആഷി ചെറുചിരിയാലെ ചോദിച്ചു. പിന്നെ വാഴക്കയാണ്. ഒരിക്കൽ അവളുടെ ശല്യം സഹിക്കാൻ വയ്യാത്തപ്പോൾ നിനക്ക് ഈ ചുരിദാർ നല്ലോണം ചേരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനെയാ ഇപ്പോൾ കുത്തിപ്പൊക്കി വന്നത്. എൻ്റെ ഫേവറേറ്റേ എൻ്റെ അല്ലുവിൻ്റെ ആ ബ്രിക്സ് ഓറഞ്ച് ചുരിദാറുണ്ടല്ലോ, അതാ. ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ അർമാൻ അത് പറഞ്ഞതും ആഷി പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു അറിയാതെ ചിരിച്ചുപോയി. നീ എന്താടാ ഇങ്ങനെ ചിരിക്കുന്നത്? ആഷിയുടെ ചിരി കണ്ട് അർമാൻ ചോദിച്ചു.
ഒന്നുമില്ലേ എന്ന് പറഞ്ഞ ആഷി കൈകൾ കൂപ്പി. ആഷി ഒന്ന് ഇരുത്തി നോക്കിയ അർമാൻ കാറിലെ മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്ത് തൻ്റെ സൺഗ്ലാസ് എടുത്തു വെച്ച് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു. അർമാൻ തൻ്റെ വാഹനം ഷൈമയുടെ വീടിന് ചേർന്നുള്ള റോഡിനരികിൽ നിർത്തി. ശേഷം ആരെയോ കോൾ ചെയ്ത്. കുറച്ച് നിമിഷത്തിന് ശേഷം ഒരു കാർ അവരുടെ മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്നും മധ്യവയസ്കനായ ഒരാൾ ഇറങ്ങി വന്നു. അർമാൻ അയാളുടെ കയ്യിൽ ചില പേപ്പേഴ്സ് ഏൽപ്പിച്ചു. പിന്നെ കുറച്ച് നോട്ടുകെട്ടുകളും. ഇതിൽ 10 ലക്ഷം രൂപയുണ്ട്. കാര്യങ്ങളൊക്കെ നേരത്തെ അവരുമായി സംസാരിച്ചതാണല്ലോ. ഞാനാണ് ഇതിന് പിന്നിലെന്നേ അവരറിയാനും പാടില്ല. പ്രൊഡ്യൂസർ ഷമീർ അഹമ്മദിൻ്റെ പേര് പറഞ്ഞാൽ മതി. ആർക്കും ഒരു സംശയവും തോന്നരുത്. ഷമീർ അഹമ്മദിൻ്റെ പുതിയ സിനിമ അവരുടെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നു. നിങ്ങൾ അയാളുടെ മാനേജരും. കുറച്ച് നാളത്തേക്ക് അവരുടെ വീട് ഷൂട്ടിന് വേണ്ടി തരുന്നു. അതിന് പകരമായി ഈ പണം അവരെ ഏൽപ്പിക്കുന്നു. കൂടെ ഈ പേപ്പേഴ്സിലും അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. പിന്നെ എന്താ വേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. അറിയാം സർ, അയാൾ പറഞ്ഞു. എന്നാ ചെല്ല്. അർമാൻ പറഞ്ഞത് മുഴുവൻ ശ്രദ്ധിച്ചു കേട്ട അയാൾ ഷൈമയുടെ വീട് ലക്ഷ്യം വെച്ച് നടന്നു.